അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. സ്നേഹാദരണീയരായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സാമൂഹ്യ സംവാദത്തിൽ മനുഷ്യാവകാശവും സാമൂഹ്യനീതിയും എന്ന വിഷയത്തിലാണ് പ്രബന്ധം അവതരിപ്പിക്കേണ്ടത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചും ബൗദ്ധികമായ സംവാദങ്ങളും ചർച്ചകളും കൊണ്ട് മുഖരിതമാണ് ഇന്നു ലോകം. ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസകർ, മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ സുന്ദരമായ വാക്കുകൾ ഉരുവിടുന്നൊരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സാമൂഹിക സന്തുലിതത്വവും സമതുലനാവസ്ഥയും തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്ന കാപാലികർ സാമൂഹ്യ നീതിക്ക് വേണ്ടി വാദിക്കുന്ന വിചിത്രകരമായൊരു ലോകം. ഇവിടെയാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചും ചില ഗൗരവമായ ആലോചനകൾ നാം നടത്തേണ്ടത്. ഒളിയ അജണ്ടകളുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും ഉപയോഗിച്ച് തേഞ്ഞുപോയ പദങ്ങളായി മനുഷ്യാവകാശവും സാമൂഹ്യനീതിയും മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുകയാണ്. നമ്മുടെ മുന്നിൽ മെലിഞ്ഞു നിൽക്കുന്ന ഈ രണ്ട് പദങ്ങളെ സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോഴും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും ഭയാനകമായ ദുരന്തപൂർണമായ സാഹചര്യമാണ് ലോകത്ത് നിലവിലുള്ളത്. മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കുന്നത് മാഗ്ന കാർട്ടയിൽ നിന്നും 1776 അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ നിന്നും UN ചാർട്ടറിൽ നിന്നുമൊക്കെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യാവകാശങ്ങളെയും സാമൂഹ്യനീതിയെയും നോക്കിക്കാണാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകി. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നവർക്ക് മരണശേഷമുള്ള മറുലോകത്ത് പരമകാരുണികനായ റബ്ബിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന്. മനുഷ്യാവകാശ ലംഘനം നടത്തിയ ആളുകളെ പരമകാരുണികനായ റബ്ബ് വിചാരണ ചെയ്യുകയും പ്രതിയുടെ നന്മകൾ എടുത്തുകൊണ്ട് ഇരകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ താക്കീത് നൽകിയെങ്കിൽ ആ താക്കീതാണ് മനുഷ്യാവകാശങ്ങളെ മാനിക്കുവാൻ വിശ്വാസികൾക്ക് പ്രചോദനമേകുന്നത്. വിശുദ്ധ ഖുർആനും അതിൻ്റെ പ്രായോഗിക വിശദീകരണമായ ലോകത്തിൻ്റെ പ്രവാചകന്റെ ജീവിതവും പരിശോധിക്കുമ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചുമുള്ള കിടയറ്റ കുറ്റമറ്റ സമഗ്രമായ സമ്പൂർണമായ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇസ്ലാം മാനവതയുടെ മുമ്പിൽ വയ്ക്കുന്ന മനുഷ്യാവകാശ കാഴ്ചപ്പാടുകൾ പരിശോധിക്കുമ്പോൾ ആധുനിക മനുഷ്യാവകാശങ്ങളുടെ ദൗർബല്യവും വൈരുദ്ധ്യവും നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തും. കാരണം ധാർമ്മികതയിലോ മൂല്യങ്ങളിലോ അല്ല ആധുനിക മനുഷ്യാവകാശ സങ്കല്പങ്ങളും സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഉയർത്തപ്പെട്ടിരിക്കുന്നത്. മൂല്യനിരാസത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും നാസ്തികതയുടെയും അടിപ്പടവിലാണ് മനുഷ്യാവകാശങ്ങളും അതുപോലെ സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം ഇന്ന് നമ്മുടെ മുന്നിൽ ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമായി നിലനിൽക്കുന്നത്. പ്രപഞ്ചസട്ടാവായ പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത് കൃത്യമായ താളബദ്ധതയോടുകൂടിയാണ്. പരമകാരുണികനായ റബ്ബിൻ്റെ സൃഷ്ടി വൈഭവമാണ് എവിടെയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പ്രപഞ്ചനാഥൻ്റെ സൃഷ്ടി വൈഭവവും വൈവിധ്യവും അംഗീകരിക്കാതെ ഈ ഭൂതലത്തിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഈ പ്രപഞ്ചത്തെ എത്ര കൃത്യമായിട്ടാണ് പരമകാരുണികനായ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മനുഷ്യരും മണ്ണും അതുപോലെ കൃഷിയിടങ്ങളും വെള്ളവും മറ്റു ജീവജാലങ്ങളുമെല്ലാം തന്നെ
പരമകാരുണികനായ റബ്ബ് വൈവിധ്യങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയിരിക്കുകയാണ്. ഈ വൈവിധ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളുടെ അവകാശത്തെ കവർന്നെടുക്കാൻ കഴിയുക? പരിധി വിടാതെ ജീവിക്കുകയാണെങ്കിൽ സർവർക്കുമുള്ള ജീവിത സൗകര്യം ഭൂതലത്തിൽ ലഭ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ മാനവതയെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തേക്ക് പരമകാരുണികനായ റബ്ബ് ഒരു സൃഷ്ടിയെ പറഞ്ഞുവിടുമ്പോൾ, പരമകാരുണികനായ റബ്ബ് ഒരു സൃഷ്ടി നടത്തുമ്പോൾ അവന്റെ ഉപജീവന മാർഗത്തെ സംബന്ധിച്ച് പരമകാരുണികനായ റബ്ബ് കൃത്യമായ നിശ്ചയങ്ങളോടുകൂടിയാണ് ഈ ഭൂതലത്തേക്ക് ഒരു ജീവിയെ പറഞ്ഞുവിടുന്നത്. അതുകൊണ്ട് ദൂർത്തടിക്കാതെ, ദുർവ്യയം ചെയ്യാതെ, പരിധി ലംഘിക്കാതെ അവനവന്റെ സർക്കിളിൽ നിന്നുകൊണ്ട് തൻ്റെ ബാധ്യതകൾ നിർവഹിച്ചു ജീവിക്കുന്നവർക്ക് ഇവിടെ സുന്ദരമായി ജീവിക്കാൻ കഴിയും. ആരും ആരെയും ഭയപ്പെടാതെ, ആരും ആർക്കും ബാധ്യതയായി മാറാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് പരമകാരുണികനായ റബ്ബ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളതിനാൽ ഈ പ്രപഞ്ച സംവിധാനത്തെ താറുമാറാക്കുന്ന രൂപത്തിലുള്ള ചൂഷണങ്ങളും കിരാതവൃത്തികളും മനുഷ്യരിൽ നിന്നുണ്ടാവരുതെന്നാണ് മാനവതയുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നന്മയെന്തെന്ന് തിന്മയെന്തെന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചു തന്നു. ആ നന്മയും തിന്മയും വേർതിരിച്ചു പഠിപ്പിക്കാനാണ് ലോകത്തേക്ക് പ്രവാചകന്മാരെ പരമകാരുണികനായ റബ്ബ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ലോകത്തിൻ്റെ നാഥൻ അവൻ്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ മൂല്യവത്തായ സന്ദേശമുണ്ടല്ലോ, ആ മൂല്യവത്തായ സന്ദേശത്തിൻ്റെ അടിപ്പടവിൽ രൂപീകരിക്കുന്ന, ഉയർത്തപ്പെടുന്ന ഏതൊരവകാശങ്ങളും കുറ്റമറ്റതായിരിക്കും, സമ്പൂർണമായിരിക്കും. അതിലൊരു പോരായ്മയും നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ അത് കുറ്റമറ്റ ഒരു അടിത്തറയിൽ വാർത്തെടുത്തിട്ടുള്ളതാണെന്ന് കാണാൻ കഴിയുന്നു. അത് തന്നെയാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിനെ ഭദ്രമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നോക്കൂ, വിശുദ്ധ ഖുർആൻ മാനവതയെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യം, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ 70-ാമത്തെ വചനം. ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. കടലിലും കരയിലും അവർക്ക് നാം വാഹന സൗകര്യം, സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് നാം നൽകിയിരിക്കുന്നു. അവർക്ക് ഏറ്റവും വിശിഷ്ടമായ ഉപജീവന മാർഗം നാം നൽകിയിരിക്കുന്നു. പരമകാരുണികനായ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ള മിക്ക ജീവജാലങ്ങളെക്കാളും അവർക്ക് നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. നോക്കൂ, പരമകാരുണികനായ റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. പരമകാരുണികനായ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു വാഗ്ദാനമാണിത്, ഒരു സർട്ടിഫിക്കറ്റാണിത്. സഞ്ചാര സ്വാതന്ത്ര്യം നൽകി നമ്മെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തു. ആകാര സൗഷ്ഠവും നൽകി, ഭൂതലത്തിൽ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകി. ഇങ്ങനെ മനുഷ്യവർഗത്തെ പരമകാരുണികനായ റബ്ബ് ആദരിച്ചു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു സന്ദേശം മറ്റെന്താണ്? അതിൻ്റെ വിശദീകരണം എന്നോണമാണ് ലോകത്തിൻ്റെ പ്രവാചകൻ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണം പരിശോധിക്കുമ്പോൾ കണ്ണീരോടുകൂടിയല്ലാതെ ആ പ്രഭാഷണം വായിച്ചു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. ഇന്നും ലോകത്തത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ഹജ്ജ് വേളയിലും മിനയിലത് നാം മുഴങ്ങിക്കെട്ടുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യാവകാശങ്ങളുടെ മഹാപ്രഖ്യാപനമാണ്. അത് മനുഷ്യരുടെ ഹൃദയമറിഞ്ഞുള്ള പ്രഖ്യാപനമാണ്. അത് ലോകത്തിൻ്റെ പ്രവാചകൻ കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിലൂടെ മനുഷ്യരുടെ അവകാശങ്ങളെ കൃത്യമായി വ്യവച്ഛേദിച്ചു ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു.